ഹലോ ഫ്രണ്ട്സ്, എക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് നിങ്ങൾക്കിപ്പോൾ ഏകദേശം പരിചിതമായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ലാസ്റ്റ് ഭാഗത്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സും അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? അതിൻ്റെ മീനിങ് പറയുന്നത് ഇങ്ങനെയാണ്: ദ പ്രാക്ടീസ് ഓർ സയൻസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് എസ്പെഷ്യലി ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻഫറിങ് പ്രൊപ്പോർഷൻ ഇൻ എ ഹോൾ ഫ്രം ദോസ് ഇൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസിലുള്ള ന്യൂമറിക്കൽ ഡാറ്റ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ കൺക്ലൂഷൻസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ന്യൂമറിക്കൽ ഡാറ്റൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ കുറേ പ്രെഡിക്ഷൻസ് നമുക്ക് നടത്താം. ഒരു സാമ്പിളാണ് നമ്മളതിന് എടുക്കുന്നത്. അതായത് ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു സാമ്പിൾ, ആ ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സാമ്പിളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓരോ വേർഡ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് ഇറ്റ് ക്യാൻ ബി used in the field of economics, physics, medicine, astronomy, sociology, chemistry, biology, etc. അപ്പോൾ നമുക്ക് ഏതൊരു ഫീൽഡിലും, ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂസ് ചെയ്യുന്ന ഏതൊരു ഫീൽഡിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറഞ്ഞത് അതിൻ്റെ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ, അക്കോർഡിംഗ് ടു ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൺ, statistics can be defined as the collection, presentation and interpretation of numerical data. അപ്പോൾ നമ്മളതിൻ്റെ മീനിങ്ങിൽ പറഞ്ഞു, ന്യൂമറിക്കൽ ഡാറ്റ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുക, അതിന് വേ ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു കോർണർ, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ മെഷർമെൻറ്റ്, enumerating or estimates of natural or social phenomena systematically arranged to exhibit their inner relation. ഒരു രണ്ട് ഫിനോമിന അല്ലെങ്കിൽ രണ്ട് തിങ്സ്, രണ്ട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുക? അതിൻ്റെ ഇന്നർ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ എന്യൂമറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇന്നർ റിലേഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് കോർണർ എന്നുള്ള ഒരാൾ അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് ഡെഫിനേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പറഞ്ഞത് റീസൺസ് ഫോർ എക്കണോമിക് പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മളുടെ എക്കണോമിയിൽ തന്നെ കുറേ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്. പോവേർട്ടി ഉണ്ട്, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഹങ്കർ ഉണ്ട്, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതിൻ്റെ ബേസിസിലൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയാം, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഓരോ മനുഷ്യൻ്റെ, അതായത് മനുഷ്യജാലകങ്ങളുടെ വാണ്ട്സ്, അവരുടെ ആവശ്യം എന്ന് പറഞ്ഞത് അൺലിമിറ്റഡ് ആണ്. അതിനൊരു ലിമിറ്റില്ല, എത്രയും ആവാം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് അപ്പുറം നമുക്ക് വേറൊരു നീഡ് അപ്പം തന്നെ നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞത് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ടു സാറ്റിസ്ഫൈ ദോസ് വാണ്ട്സ്. അപ്പോൾ നമ്മളെ ചുറ്റുഭാഗത്തുമുള്ള റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. ഈ ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക വിധത്തിലുള്ള റിസോഴ്സസ് നമുക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പറഞ്ഞ റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് ആപ്ലിക്കബിലിറ്റി. അപ്പോൾ ഈ റിസോഴ്സസിനൊക്കെ എന്താണ്? പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ റിസോഴ്സസ് ഉപയോഗിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് പ്രോബ്ലംസിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് പറയാനുള്ളത് എക്കണോമിക് ഡാറ്റ. എക്കണോമിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ ദ എക്കണോമിക് ഫാക്ട്സ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആർ കോൾഡ് എക്കണോമിക് ഡാറ്റ. അതായത് ഏതൊരു എക്കണോമിക് ഫാക്ട്സും, നമുക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഏതൊരു ഫാക്റ്റും ഏതൊരു സത്യവും നമ്പേഴ്സുമായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, നമ്പേഴ്സിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? എക്കണോമിക് ഡാറ്റ. അപ്പോൾ എന്ത് പറയാം? പോപ്പുലേഷൻ പറയാം, അതുപോലെ തന്നെ പോവർട്ടിൻ്റെ റേഞ്ച് പറയാം, അതുപോലെ തന്നെ കാലാവസ്ഥനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എക്കണോമിക് ഡാറ്റ, ലാർജ് ക്വാണ്ടിറ്റീസിലുള്ള എക്കണോമിക് ഡാറ്റയാണ് ഇതൊക്കെ. These data can be used for formulating economic policies, drawing meaningful inferences, planning, etc. അപ്പോൾ ഈ ഡാറ്റയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് എക്കണോമിക് പോളിസീസും അതുപോലെ തന്നെ ഇൻഫറൻസസ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷനും
പ്ലാനിങ്ങും ഫ്യൂച്ചർ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഡാറ്റ നമുക്ക് അങ്ങനെ പറയാം. നെക്സ്റ്റ് പറഞ്ഞത് ഫങ്ഷൻസ് ആണ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് ആണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് പറയാം സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ. ഓക്കെ, ഇപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസിലാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. എക്കണോമിക് ഡാറ്റ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസിലാണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കുറേ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റനെ എന്ത് ചെയ്യാം, അതിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ഇറ്റ് റെഡ്യൂസസ് ബൾക്ക് ഡാറ്റ. നമ്മൾ പറഞ്ഞു ലാർജ് ക്വാണ്ടിറ്റീസിലാണ് നമുക്ക് എക്കണോമിക് ഡാറ്റ അല്ലെങ്കിൽ ഏതൊരു ഡാറ്റ ആയാലും ന്യൂമറിക്കൽ ഡാറ്റ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇറ്റ് ആഡ്സ് പ്രെസിഷൻ ഇൻ തിങ്കിങ്. അപ്പോൾ നമുക്ക് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു മുതൽക്കൂട്ടാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഫിഗേഴ്സ്. ഇപ്പോൾ 2 ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ പോപ്പുലേഷനും അതുപോലെ തന്നെ ലിറ്ററസി ഉണ്ട്, അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ്സ് ഓഫ് ഫിഗേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ് ആൻഡ് ടു മേക്ക് പ്ലാൻസ്. ഓക്കെ, ഇപ്പോഴത്തെ ട്രെൻഡ് മുകളിലേക്കാണോ അതുപോലെ തന്നെ താഴത്തേക്കാണോ പോകുന്നത്, അതായത് കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയൊക്കെയാണ്, ഡിമാൻഡ് എങ്ങനെയാണ്, സപ്ലൈ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് പ്ലാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് സഹായിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് പറഞ്ഞാൽ ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ഓഫ് പോളിസീസ് ആൻഡ് ഇൻ പ്ലാനിങ്. ഓക്കെ, അപ്പോൾ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ പറയാം. ഗവൺമെൻറ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും അതുപോലെ നമ്മളെ ബജറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് പറയാണ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. നമ്മൾ പറഞ്ഞു എക്കണോമിക്സിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, എക്കണോമിക്സിന് നമ്മൾ ന്യൂമറിക്കൽ ഡാറ്റയിൽ എക്സ്പ്രസ് ചെയ്ത് എന്താവും, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതിൽ ഫസ്റ്റ് പറഞ്ഞത് എക്കണോമിക്സിന് നമുക്ക് എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു ഭാഗം നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻകം കൺസംഷൻ എക്സെട്ര ആർ സിസ്റ്റമാറ്റിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി അനലൈസ്ഡ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്താണ്, ഇതൊക്കെ സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യുകയാണ് എന്തുപയോഗിച്ചിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൻ്റെ ഭാഗമാണ് എന്ത്, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, പ്രൊഡക്ഷൻ, ഇതൊക്കെ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കാം. നെക്സ്റ്റ് പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിങ് ആർ ഡൺ. ഓക്കെ, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ്, അതിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നെങ്കിലും അല്ലെങ്കിൽ പ്ലാനിങ്, ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് പറഞ്ഞ ഫ്രെയിമിംഗ് എക്കണോമിക് പോളിസീസ്. ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, എക്കണോമിക് പോളിസീസ് മുൻകാലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇനി വരും കാലത്തേക്ക് എങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്കണോമിക് പോളിസീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, പുതിയത് എങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്കണോമിക്സിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പറഞ്ഞത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രൊജക്ഷൻസ്. നമ്മൾ പറഞ്ഞു മുൻകൂട്ടി കാണുന്നതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരും കാലത്തേക്കുള്ള എങ്ങനെയൊക്കെ ആവാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. നെക്സ്റ്റ് പറഞ്ഞ ഹയർ ലെവൽ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് ഇസ് നൗൺ ആസ് എക്കണോമെട്രിക്സ്. എക്കണോമെട്രിക്സ് എന്നുള്ളൊരു വേർഡ് നമുക്ക് പുതിയതായിട്ട് കിട്ടി. അപ്പോൾ എന്താണ്, ഇപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ കൂടുതലായിട്ടും ഹയർ ലെവൽ, അതായത് ഇപ്പോൾ ഹൈ ലെവലിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, എക്കണോമെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും യൂസസ് ആണ് എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത്. നെക്സ്റ്റ് പറഞ്ഞത് ലിമിറ്റേഷൻസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ് ആണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് പറയാം ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ കൺസിഡേർഡ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് അതുപോലെ തന്നെ ബ്യൂട്ടി, പിന്നെ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറിക്കലായിട്ട് അളക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല.
അപ്പോൾ അതൊന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, നമുക്ക് ന്യൂമറിക്കലി അളക്കാൻ പറ്റുന്ന ഡാറ്റ മാത്രമേ എന്തിലേക്ക് എടുക്കുകയുള്ളൂ, സ്റ്റാറ്റിസ്റ്റിക്സിൽ എടുക്കുകയുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞത് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ ഐറ്റംസ് ബട്ട് ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ്. അപ്പോൾ നമ്മളൊരു ആവറേജ് കണക്കാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഓരോ ആൾക്കാരും നമ്മൾ ഓരോ ഐറ്റംസ് എടുത്തിട്ട് നമ്മൾ പഠിക്കുന്നില്ല. ഒരു ആവറേജ്, ഒരു വലിയൊരു കൂട്ടത്തിൽ നിന്ന് ഒരു കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇതിന് പഠിക്കുന്നത്. ഒരു ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അപ്ലൈ ചെയ്യുന്നത്. ദ ഡാറ്റ മേ ഓർ മേ നോട്ട് ബി റിലവൻറ്റ് ഓർ യൂസ്ഫുൾ ഇൻ അതർ സിറ്റുവേഷൻ ഓർ കേസസ്. അപ്പോൾ നമ്മൾ ഒരു കേസിലെടുത്ത, ഇപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ കാര്യത്തിൽ അളക്കുകയാണ്, മെയിലും ഫീമെയിലും അളക്കുകയാണ്. ഈ ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരു കാര്യം എന്താണ്, ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഡസ് നോട്ട് 100% പ്രിസൈസ് ആസ് ഇൻ മാത്തമാറ്റിക്സ്. ഇപ്പോൾ മാത്തമാറ്റിക്സ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഓരോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് എന്താണ് അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാൽ ആ ആൻസർ മാത്രമേ കിട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റാണ്. ഇതിലങ്ങനെയല്ല. ഇത് നമുക്ക് എന്താണ് ഒരു പ്രഡിക്ഷനാണ് പറയുന്നത്. 100% കറക്റ്റ് ആവണം എന്നില്ല. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു സാമ്പിളാണ് എടുക്കുന്നത്. വലിയ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് 100% കറക്റ്റ് ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു, ഫങ്ഷൻസ് പഠിച്ചു, എന്താണ് എക്കണോമിക് ഡാറ്റ എന്ന് പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് വരെ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ബാക്കി വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.